പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ആശ്രിതരുടെ ആലംബമാണ്. ആരൊക്കെ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്നുവോ, ആരൊക്കെ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തി നിലവിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുവോ, അവരുടെയൊക്കെ ജീവിതത്തിൽ ശക്തമായി പരിശുദ്ധ അമ്മ ഇടപെടും. പരിശുദ്ധ അമ്മ വന്ന് നമ്മുടെ കണ്ണുനീരൊപ്പും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ശക്തമായ മധ്യസ്ഥം വഹിക്കും. നമുക്കറിയാമല്ലോ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഈശോയും അപ്പോസ്തലന്മാരും പരിശുദ്ധ അമ്മയും കൂടി ചേർന്ന് കാനായിലെ കല്യാണ വിരുന്നിന് പോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. അതാണ് നമ്മൾ പ്രഥമമായൊരു ചിന്ത. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ വീഞ്ഞു തീർന്നു പോവുകയാണ്. വലിയൊരു നാണക്കേടിലേക്ക് ആ കുടുംബക്കാർ ചെല്ലുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം മനസ്സിലാക്കുകയാണ്, അവരുടെ വേദന മനസ്സിലാക്കുകയാണ്. നാണക്കേടിലേക്ക് പോവുകയാണല്ലോ എന്നോർത്ത് പരിശുദ്ധ അമ്മയുടെ ഹൃദയം കുറേ കൂടി ആർദ്രമാവുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞു തീർന്നുപോയി. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വലിയൊരു അത്ഭുതം ഈശോയുടെ ജീവിതത്തിലെ, പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം അവിടെ നടക്കുകയാണ്. പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിറവായിരിക്കും, അഭിഷേകമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പവർ കിട്ടും, സ്വർഗത്തിൻ്റെ കൃപകൾ നമ്മളിൽ നിറയും. പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച പരിശുദ്ധ അമ്മ ഒരിക്കലും നമ്മളെ തള്ളിക്കറയത്തില്ല. നമ്മൾ മക്കളായതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മെ കരുണയോടെ പരിശുദ്ധ അമ്മ നോക്കും. ലൂക്ക 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എലിസബത്ത് വാർദ്ധക്യത്തിലൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ വാർദ്ധക്യത്തിൽ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒരുപാട് ശാരീരിക വിഷമതകളും തളർച്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഏകദേശം 3 മാസത്തോളം എലിസബത്തിന് ലഭിക്കുകയാണ്. ഒരുപാട് അഭിഷേകം കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് സന്തോഷവും സമാശ്വാസവും പരിശുദ്ധ അമ്മയിലൂടെ എലിസബത്തിന് ലഭിച്ചിട്ടുണ്ടാകും. കണ്ടോ, ആശ്രയിക്കുന്നവരുടെ ആലംബമായിട്ട് പരിശുദ്ധ അമ്മ മാറുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മേ എനിക്കും ആലംബമായി മാറണമേ. മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, പരിശുദ്ധ അമ്മേ ആശ്രിതരുടെ ആലംബമേ. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.